അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ജിയോയും ഹോട്ട്സ്റ്റാറും ലയിച്ചിരിക്കുകയാണ്. കൂടുതൽ സിനിമ, കൂടുതൽ സ്പോർട്സ് എന്ന പുതിയ ആശയം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 50 കോടിയിലധികം ഉപയോക്താക്കളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോമായി ജിയോ ഹോട്ട്സ്റ്റാർ മാറുകയുമാണ്. പുതിയ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 3 ലക്ഷം മണിക്കൂർ ഉള്ളടക്കവും തത്സമയ സ്പോർട്സ് കവറേജും ഉണ്ടായിരിക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. 2 പ്ലാറ്റ്ഫോമുകളിലെയും ഉപയോക്താക്കളെ സംയോജിപ്പിക്കുന്നതിലൂടെയാണ് പുതിയ പ്ലാറ്റ്ഫോമിന് മൊത്തം 50 കോടിയിലധികം ഉപയോക്താക്കൾ ഉണ്ടാകുന്നത്. ജിയോ സിനിമയുടെയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെയും നിലവിലുള്ള വരിക്കാർ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് സ്വയമേ മാറപ്പെടും. ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഉപയോക്താക്കൾക്ക് അവരുടെ ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനുകൾ സജ്ജീകരിക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട്. പുതിയ വരിക്കാർക്ക് 149 രൂപ മുതൽ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പുതിയ പ്ലാനുകൾ സ്വീകരിക്കാൻ കഴിയും. അതായത് പുതിയ പ്ലാനുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നർത്ഥം. ജിയോ ഹോട്ട്സ്റ്റാറിൽ 10 ഇന്ത്യൻ ഭാഷകളിലായി വിവിധ വിഭാഗങ്ങളിലും ഉള്ളടക്ക പ്ലാറ്റ്ഫോമുകളാണ് അല്ലെങ്കിൽ ഫോർമാറ്റുകളായാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാഴ്ചക്കാർക്ക് സിനിമകൾ, ഷോകൾ, അനിമേഷനുകൾ, ഡോക്യുമെൻ്ററികൾ, തത്സമയ കായിക പരിപാടികൾ എന്നിവയും മറ്റും കാണാൻ കഴിയുമെന്നതും മറ്റൊരു പ്രത്യേകത. അന്താരാഷ്ട്ര പ്രീമിയറുകൾ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡിസ്നി, NBC, യൂണിവേഴ്സൽ പീകോക്ക്, വാർണർ ബ്രദേഴ്സ്, ഡിസ്കവറി, HBO, പാരാമൗണ്ട് എന്നിവയിൽ നിന്നുള്ള ഉള്ളടക്കങ്ങളും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ പറയുന്നുണ്ട്. നിലവിലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെയും ജിയോ സിനിമയുടെയും ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വരിക്കാർക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ജിയോ സ്റ്റാറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് CEO കെവിൻ വാസ് പറയുന്നത്. അതായത് പ്രകടമായ ഒരു മാറ്റങ്ങളും ഉണ്ടാകില്ല. പക്ഷേ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ചില നിരക്കുകൾ, താരിഫ് നിരക്കുകളുണ്ട്. നിലവിലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബർമാർക്ക് അവരുടെ നിലവിലെ പ്ലാനുകളായ മൊബൈൽ, അതായത് 149 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുള്ള മൊബൈൽ പ്ലാൻ, 299ൻ്റെ സൂപ്പർ പ്ലാൻ, അതുമാത്രമല്ലാതെ പരസ്യരഹിതമായ 349ൻ്റെ പ്രീമിയം പ്ലാൻ എന്നിങ്ങനെ 3 മാസത്തേക്ക് തുടരാനാകും. അത് ഈ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമാണ്, പുതുതായി എത്തുന്നവർക്കല്ല. അതേസമയം ജിയോ സിനിമ പ്രീമിയം വരിക്കാരെ അവരുടെ പ്ലാനുകളുടെ ശേഷിക്കുന്ന കാലയളവിലേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ പ്രീമിയത്തിലേക്ക് മാറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ജിയോ പ്രീമിയം വരിക്കാർക്ക് ഇനി പുതുതായി സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. എത്രയാണോ അവരുടെ കാലാവധി, ആ കാലാവധിക്കുള്ളിൽ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തുടർന്നും ഉപയോഗിക്കാൻ കഴിയുമെന്നർത്ഥം. അതോടൊപ്പം നിലവിലെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുടെ UPI ആപ്പുകളുടെ അല്ലെങ്കിൽ ആ ആപ്പുകളിലും ക്രെഡിറ്റ് കാർഡുകളിലെയും ഓട്ടോ പേ സംവിധാനം അത് റദ്ദാക്കിയേക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ പ്ലാനുകൾ ഇനി പറയാൻ പോകുന്ന രീതിയിലുള്ളതാണ്. മൊബൈൽ ഓൺലി പ്ലാനുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിൽ സിംഗിൾ ഡിവൈസ് ഉപയോക്താക്കൾക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാൻ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. സ്റ്റീരിയോ ശബ്ദ മികവോടെ പരമാവധി 720p റെസല്യൂഷനിലാണ് മൊബൈൽ സ്ട്രീമിംഗ് നൽകുന്നത്. 3 മാസത്തേക്ക് 149 രൂപയും 1 വർഷത്തേക്ക് 499 രൂപയുമാണ് ഇതിൻ്റെ ഈ താരിഫ് ചിലവ് വരുന്നത്. ഇനി അടുത്തത് സൂപ്പർ പ്ലാനാണ്. ടിവികൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ എന്നിവയിലുൾപ്പെടെ 2 ഉപകരണങ്ങൾ വരെ പിന്തുണയ്ക്കുന്നതാണ് ഈ ഒരു പ്ലാൻ. ഡോൾബി അറ്റ്മോസോട് കൂടിയ ഫുൾ HD അതുപോലെ 180p റെസല്യൂഷനിൽ സ്ട്രീമിങ്ങുമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. 3 മാസത്തേക്ക് 299 രൂപയും 1 വർഷത്തേക്ക് 899 രൂപയുമാണ് ഇതിൻ്റെ താരിഫ് നിരക്ക്. ഇനി അടുത്തതായി പരസ്യരഹിതം, അതായത് പ്രീമിയം പ്ലാനാണ്. 4 ഉപകരണങ്ങളിൽ, അതായത് TV, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ 4 ഉപകരണങ്ങളിൽ സ്ട്രീമിംഗ് അനുവദിക്കുന്ന ഒരു ഓപ്ഷനാണിത്. മികച്ച കാഴ്ച അനുഭവത്തിനായി ഇത് 4K, അതായത് 2160p റെസല്യൂഷൻ, അതായത് അത്രയും പിക്സൽ റേറ്റിലുള്ള റെസല്യൂഷനാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ഓഡിയോ എന്നിവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി സ്പോർട്സ് ഇവന്റുകൾ പോലുള്ള തത്സമയ ഉള്ളടക്കം ഒഴികെ ഇത് പൂർണ്ണമായും പരസ്യരഹിതമാണ് എന്നുള്ളതാണ്. 3 മാസത്തേക്ക് ചെലവ് 499 രൂപയും 1 വർഷത്തേക്ക് 1499 രൂപയുമാണ് താരിഫ് നിരക്ക് വരുന്നത്. എന്നാൽ ക്രിക്കറ്റ് ആരാധകർക്ക്, പ്രത്യേകിച്ച് IPL ആരാധകർക്ക് കടുത്ത നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ ജിയോ സിനിമയിൽ വളരെയധികം സൗജന്യമായി കണ്ടുകൊണ്ടിരുന്ന IPL ഇനി മുതൽ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും സൗജന്യമായി കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഈ സൗജന്യ മിനിറ്റുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ 149 രൂപ മുതൽ ആരംഭിക്കുന്ന പ്ലാനുകളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പേജ് ദൃശ്യമാവുകയും ചെയ്യും. പരസ്യം കൂടാതെ കാണാൻ കുറഞ്ഞ പ്ലാനിന് 499 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക്, അതായത് താരിഫ് നിരക്കിലുള്ള വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും എങ്ങനെയായിരുന്നു ജിയോയും എങ്ങനെയായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഉണ്ടായിരുന്നത്, അതേ ഇൻ്റർഫേസിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി വലിയ രീതിയിലുള്ള ആ ഇൻ്റർഫേസിലും കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാതെ താരിഫ് നിരക്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവർ സാധ്യമാക്കിയിരിക്കുന്നത്.